പ്രമാണമായ അടുത്ത പ്രയോഗം എന്താണെന്നറിയോ? അതിലേറെ വലിയ രസമുണ്ട്. മൂപ്പര് പറയാണ്, ഇതാ നിങ്ങളുടെ മൗലവി, നിങ്ങളുടെ മൗലവി ശവകുടീരം ശവം എന്ന് പറഞ്ഞു കളഞ്ഞു. ആരെപ്പറ്റി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള അമ്പിയാക്കളെ സംബന്ധിച്ച് നിങ്ങളുടെ മൗലവി ശവം എന്നല്ലേ വിളിച്ചത്? കേൾക്കുമ്പോ എന്താ തോന്നുക? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഹുസൈൻ സലഫി എന്ത് വിളിച്ചു? ശവം. നഊദു ബില്ലാഹ്. അമ്പിയാക്കന്മാരെ മുഴുവൻ എന്ത് വിളിച്ചു? ശവം. നമ്മളങ്ങനെ പറഞ്ഞോ? എന്താ ഉണ്ടായിരുന്നു? ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ, ദുബായിൽ വെച്ചൊരു പരിപാടി നടന്നു. ഞാൻ അയാൾ എന്നെ പറ്റിയുള്ള ആരോപണം കേൾപ്പിക്കുന്നതിന്റെ മുമ്പൊന്ന് വിശദീകരിക്കട്ടെ. ദുബായിൽ വെച്ച് ഞാനൊരു പ്രഭാഷണം നടത്തി. ആ ഡെൻമാർക്കിലെ വൃത്തികെട്ട മനുഷ്യന്മാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ കാർട്ടൂൺ വരച്ചുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിമർശിക്കാൻ ഒരുങ്ങിയപ്പോ ലോക മുസ്ലിമീങ്ങൾ അതിന്റെ പ്രതിഷേധം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അതാ ദുബായിലെ വലിയ ഈദ്ഗാഹിൽ വെച്ച് അവിടെ ഒരു പ്രഭാഷണം നടത്തി. ഇന്ത്യൻ ഇസ്ലാഹി സെന്ററാണ് സംഘടിപ്പിച്ചത്. അവിടെ അന്ന് പ്രാസംഗികനായിട്ട് ഈ ഉള്ളവനും അക്ബർ സാഹിബും ഉണ്ടായിരുന്നു. അങ്ങനെ ആ നിലക്കുള്ള കുറെ ആളുകൾ പങ്കെടുക്കുന്ന, അതിൽ മുസ്ലിമീങ്ങൾ മാത്രമല്ല ശ്രോതാക്കളുടെ. നിങ്ങൾക്കറിയാം, അക്ബർ സാഹിബിന്റെ പ്രഭാഷണത്തിൽ പങ്കെടുക്കുമ്പോൾ നല്ലൊരു ശതമാനം മുസ്ലിമീങ്ങളും ഉണ്ടാകാറുണ്ട്, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ ഉണ്ടാകും. എല്ലാവരുമുള്ള ഒരു മജ്‌ലിസിൽ വെച്ചാണ് അവിടെ വെച്ച് ഈ ഉള്ളവൻ പ്രസംഗിക്കുമ്പോ ഞാൻ അവിടെ വെച്ച് പറഞ്ഞു, ഈ ജൂതന്മാരെ സംബന്ധിച്ച്, നസാറാക്കളെ സംബന്ധിച്ച് അതാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവരുടെ മേൽ, ജൂതന്മാരുടെ പേരിൽ അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ, യഹൂദികളുടെ മേൽ ശാപമുണ്ടാകട്ടെ. ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. അവരുടെ അമ്പിയാക്കന്മാരുടെ ശവകുടീരങ്ങളെ, മഖ്ബറകളെ, ഖബറുകളെ അവർ ആരാധനാലയങ്ങളാക്കി മാറ്റി, മസ്ജിദുകളാക്കി മാറ്റി. ഇതാ ഞാൻ പറഞ്ഞത്. ഇത് പറഞ്ഞപ്പോൾ സുഹൃത്തുക്കളെ, അമ്പിയാക്കളുടെ ആദ്യം ഞാൻ എന്ത് പറഞ്ഞു? ശവകുടീരങ്ങളെ എന്ന് പറഞ്ഞു. പിന്നെ ഉടനെ തന്നെ എന്ത് പറഞ്ഞു? മഖ്ബറകളെ. അത് മാത്രമല്ല, ഖബറുകളെ. മഖ്ബറകളെ, ഖബറുകളെ എന്നൊക്കെ പറഞ്ഞു. ഇയാൾ എന്ത് ചെയ്യുന്നറിയോ? ആ മഖ്ബറകളെ, ഖബറുകളെ എന്നുള്ളത് ജനത്തിനെയാണ് മനസ്സിലാവാതെ ഒരിക്കൽ മാത്രമാണ് കേൾപ്പിച്ചിട്ട് മൂപ്പര് പിന്നെ ശവകുടീരം എന്ന് വിളിച്ചു, ശവകുടീരം എന്ന് വിളിച്ചു, ശവകുടീരം എന്ന് വിളിച്ചു, അങ്ങനെയാണ് പറയുന്നത്. സുഹൃത്തുക്കളെ, അമുസ്ലിമീങ്ങളായ ആൾക്കാരും കൂടെ കേൾക്കുമ്പോൾ അവർക്ക് കൂടി മനസ്സിലാകാൻ വേണ്ടി ആദ്യ ശവകുടീരങ്ങളെ എന്ന് പറഞ്ഞു. അത് പറഞ്ഞ ഉടനെ തന്നെ മുസ്ലിമീങ്ങൾ നമ്മൾ പ്രയോഗിക്കാറുള്ളത് എന്താണ്? മഖ്ബറാനും ഖബറുന്നുമാണ്. അത് ഉടനെ തന്നെ പറയുകയും ചെയ്തു, മഖ്ബറകളെ, ഖബറുകളെ. ഇനി ശവകുടീരം എന്ന് മാത്രം അർത്ഥം പറഞ്ഞാൽ മതിയെങ്കിൽ ഞാൻ എന്തിന് പിന്നെ മഖ്ബറകളെ, ഖബറുകളെ എന്ന് പറയണം? അപ്പൊ തന്നെ മനസ്സിലാക്കിക്കൂടെ സുഹൃത്തുക്കളെ? അത് വേറെ തന്നെ പ്രത്യേകം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണെന്ന്. പക്ഷേ ഇയാൾ ആ അവസരം ശരിക്കും ഉപയോഗപ്പെടുത്തുന്നു എന്റെ നേരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള സകല അമ്പിയാക്കളെയും ശവം എന്ന് വിളിച്ചു എന്നാ പറഞ്ഞത്. പച്ചക്കളമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ നമ്മളോട് പറയുന്നത്? ആ നബി എങ്ങനെ ഞാൻ നബിയുടെ ശവം എന്ന് വിളിക്കൽ? നബി അത് പറയുന്നത് യഹൂദികളുടെ മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ കാര്യം പറയുന്നത് നബിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. എന്നിട്ട് ഇയാൾ എന്റെ പേരിൽ പറയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള സകല അമ്പിയാക്കളെ ഈ ശവം എന്ന് വിളിച്ചു. ഈ മൗലയുടെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ മൗലവിന്റെ ശവ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇഷ്ടാവോ? അയാൾ കിടക്കുന്ന ജാറത്തെ പറ്റി അയാൾ ഏതെങ്കിലും കാലത്ത് മരിച്ചാൽ ഇപ്പൊ തന്നെ മരിക്കണം എന്നാ മൂപ്പര മോഹം. അള്ളാഹു നമ്മളേക്ക് ഈമാനോടുകൂടി വഫാത്താക്കുമാറാകട്ടെ, അള്ളാഹു തൃപ്തിപ്പെടുന്ന നിലക്ക്. അപ്പോൾ ആ ഖബറിനെ പറ്റി ശവകുടീരം, സലഫിയുടെ ശവകുടീര എന്ന് പറയുമോ? ഇങ്ങനെ പലതും പറഞ്ഞിട്ട് വികാരം കൊള്ളിക്കരുത്. സുഹൃത്തുക്കളെ, അയാളാ പറയുന്ന രംഗങ്ങളൊന്ന് കേട്ടോളി. വസ്തുത എന്താന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ശ്രദ്ധിച്ചോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള അമ്പിയാക്കളുടെ ശരീരത്തെ സംബന്ധിച്ച് ഇയാൾ ഉപയോഗിക്കുന്ന വാചകം ശവം എന്നാണ്. കളവാണ് ആ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള അമ്പിയാക്കളെ പറ്റി ഞാൻ ശവം എന്ന് പറഞ്ഞില്ല. പറഞ്ഞത് എന്താണ് നിങ്ങൾക്ക് കേൾക്കാം. എന്താണ് അയാൾ ആക്ഷേപിക്കാനുണ്ടായ കാരണം എന്ന് അയാൾ തന്നെ പറയട്ടെ. തന്നെ പറയട്ടെ, കേട്ടോളൂ. മുഹമ്മദ് ആരാണെന്ന് കൃത്യമായി പഠിച്ചിട്ടില്ലാത്ത കക്ഷികൾ എന്തെങ്കിലും കാർട്ടൂൺ വരക്കുന്നതിന് പോലെ അതേപോലെ ഗൗരവമാണെന്ന് മനസ്സിലാക്കണം. അതിനേക്കാൾ ഗൗരവമാണ് റസൂലുള്ളാഹിനെ പറ്റി പഠിച്ചറിഞ്ഞ് അവിടുത്തെ മഹത്വം ആവോളം മനസ്സിലാക്കിയിട്ടുള്ള നമ്മൾ പോലും ആ റസൂലുള്ളാഹിയുടെ വാക്കുകൾ നമ്മൾ വലിച്ചെറിയുന്നില്ലേ? യൂത ക്രൈസ്തവരുടെ മേൽ ശാപമുണ്ടാകട്ടെ. എന്താ കാരണം? അവർ അവരുടെ അമ്പിയാക്കന്മാരുടെ ശവകുടീരങ്ങളെ, മഖ്ബറകളെ, ഖബറുകളെ അവർ മസ്ജിദുകളാക്കി മാറ്റി. ഒരുപാട് ശവകുടീരങ്ങളെ, അമ്പിയാക്കളുടെ ശവകുടീരങ്ങളെ.
കണ്ടോ, ശവകുടീരങ്ങളെ, അത് മാത്രമേ ഉപരി കേൾപ്പിക്കുന്നുള്ളൂ. കണ്ടോ, ശവകുടീരങ്ങളെ, ശവകുടീരങ്ങളെ. അതിന്റെ അപ്പുറത്ത് പറഞ്ഞ എന്ത് ഇയാൾ കേട്ടില്ലേ? അത് പറയുന്നില്ല. എന്നാ ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ മൂന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇയാള് ജനങ്ങളോട് പ്രത്യേകം എടുത്തു പറയാത്ത മക്ബറകളെ, ഖബറുകളെ എന്നുള്ള ഒന്ന് പ്രത്യേകം കേൾപ്പിക്കുകയാണ് നിങ്ങളെ. കേട്ടോളൂ ആ ഭാഗം. മക്ബറകളെ, ഖബറുകളെ അവർ മസ്ജിദുകളാക്കി മാറ്റി. മക്ബറകളെ, ഖബറുകളെ അവർ മസ്ജിദുകളാക്കി മാറ്റി. ഈ നിലക്കാണ് സുഹൃത്തുക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്താണ് അതിന്റെ സന്ദർഭമെന്നോ അതിന്റെ സാഹചര്യമെന്നും? ഇങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണല്ലോ ഈ മനുഷ്യൻ ചെയ്യുന്നത്. എന്തൊരു സങ്കടമാണിത്! എന്തൊരു വലിയ രൂപത്തിലുള്ള അപരാധങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. എന്തിനാണ് മുസ്ലിയാരെ ഈ നിലക്കൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? എന്താ പറഞ്ഞിരുന്നുള്ളത് ആളുകൾക്ക് വേഗം ഉൾക്കൊള്ളൂലേ? എത്രയോ സ്ഥലങ്ങളിൽ നമ്മൾ ഖബറുകളെ, മക്ബറകളെ എന്നല്ലേ പറയാറുള്ളത്. അവിടെ അത് പറയാനുണ്ടായ സാഹചര്യം നാം വിശദീകരിച്ചില്ലേ? അപ്പൊ സുഹൃത്തുക്കളെ,